നവാസിനെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നവാസ് ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോ അപ്പോ തന്നെ വിജയിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ അജയ്യനായ മുൻ MLA, നിലവിലും MLA ഓടി ഒളിച്ചത് നവാസിനെ പേടിച്ചിട്ടാണ്. നവാസിനെ സത്യത്തിൽ ഞങ്ങൾക്കും പേടിയാണ്. അതുകൊണ്ടാണ് MSFന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത് എന്തിനാണെന്നറിയോ? അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത പോയാൽ അവിടെ വിജയം ഉറപ്പാണ്. എനിക്കറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ SFIയുടെ അപ്രമാദിത്യം നിരന്തരമായി വിജയിച്ചു വന്നിരുന്ന ആ സംവിധാനത്തിന് മാറ്റം വരുത്തിയത് നവാസ് അങ്ങോട്ട് കടന്നതോടുകൂടിയാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം ഏറ്റെടുത്തോടുകൂടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UDSFന്റെ കയ്യിൽ പോയി. നമ്മുടെ കയ്യിലായിപ്പോ എല്ലായിടത്തും. കണ്ണൂർ യൂണിവേഴ്സിറ്റി നിങ്ങൾക്കറിയാലോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയാണ് കണ്ണൂർ. പോളിറ്റ് ബ്യൂറോയിലുള്ള 10-12 ആളുകളിൽ 10 ആളും കണ്ണൂരിൽ നിന്നാണ്. ആ പോളിറ്റ് ബ്യൂറോയിൽ കടന്നു നിന്നിട്ടാണ് അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ UDFന്റെ വിദ്യാർത്ഥി സംഘടനകൾക്ക് സാധിച്ചത്. കടന്ന് തിരഞ്ഞെടുത്തൊക്കെ പിടിച്ചെടുക്കും. ഇവിടെ ഇപ്പോ ഞങ്ങൾക്ക് കിട്ടുന്ന UDF നേതൃത്വത്തിന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ തീരപ്രദേശത്തെ ജനങ്ങളും അങ്ങാടിയിലെ ജനങ്ങളും ഒക്കെ ഒറ്റക്കെട്ടായി നവാസിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ലഭ്യമാകുന്നത്.